നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായനികുതി വകുപ്പ് പറയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടത്. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്ത, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിൻ്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിശ്ചയമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സൗബിൻ ഷാഹിറിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സൗബിൻ ഷാഹിറിൻ്റെ വീട്ടിൽ, അതായത് പറവ ഫിലിംസിൻ്റെ ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിൽ, കലൂരിലെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, അവരുടെ പ്രാഥമികമായ കണ്ടെത്തൽ, നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എത്ര കോടിയുടേത് എന്നതിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 48 കോടിയെന്നും 60 കോടിയെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് ഇതുവരെയും അത് എത്ര കോടിയുടെ വെട്ടിപ്പാണ് എന്നതിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അതേസമയം തന്നെ അവർ പറയുന്നത് താരം വരുമാനം കുറച്ച് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു. ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ കേന്ദ്രീകരിച്ചാണ്, അതിൻ്റെ വരുമാനം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത് എന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത. എന്നാൽ അത് ശരിയല്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന പടത്തിന് കിട്ടിയ ഈ ഒരു തുക വെച്ച് മാത്രമല്ല അന്വേഷണം നടന്നത്. നേരെ മറിച്ച് പറവ ഫിലിംസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ നികുതി വെട്ടിപ്പിൻ്റെ വിവരം ആദായ നികുതി വകുപ്പിന് നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാരണം ED ഒരു കേസ് എടുത്തിരുന്നു സൗബിനെതിരെ. അതിന്മേൽ അന്വേഷണം നടത്തുമ്പോഴാണ് അവർക്ക് ഈ ടിപ്പ് കിട്ടിയത്. ഉടൻ തന്നെ അത് ഇൻകം ടാക്സിന് കൈമാറി. ഇൻകം ടാക്സ് അതിന്മേൽ പരിശോധന നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡിലേക്ക് കടന്നത്. അതേസമയം തന്നെ ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്ത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിൻ്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു. ഈ 2 പേരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് പറവ അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ പറന്നിട്ടുണ്ട് എന്നാണ് ഇൻകം ടാക്സ് കരുതുന്നത്. തൽക്കാലം അന്വേഷണം മുന്നോട്ട് പോകുന്നു. താങ്ക് യു ശ്രീകാന്ത്.